കാര്യം ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെയാണ്. ലൈക് സംതിങ് ദാറ്റ് ഇഷ്ടപ്പെട്ടത് അത് അത്രയും ഭംഗിക്കാക്കാൻ ഞാൻ റഹ്മാനെ എപ്പോഴും ഞാൻ പറയായിരുന്നു ഇങ്ങനെ വെറുപ്പിക്കാൻ പറ്റുക, കറക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ അറിയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം റഹ്മാനും നവീൻ ചേട്ടനും ഇവർക്കും പിന്നെ ഓഫ്കോഴ്സ് എന്റെ കോ ആക്ടേഴ്സിന് അവർക്കുള്ള ക്രെഡിറ്റ് മാത്രമാണ്. ഞാൻ എന്തോ അവര് പറഞ്ഞു ഞാനത് ചെയ്തു, അതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ്. ഞാൻ ഒരു രീതിയിലും ആ ക്യാരക്ടർ ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിച്ചില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഒരു എലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇപ്പോ അവർക്ക് കണ്ട സാധനം വീണ്ടും കാണാൻ അവർക്ക് തന്നെ താല്പര്യമില്ല. അത് അവർക്ക് നല്ല ചെയ്യാനേ നമുക്ക് താല്പര്യം, നമുക്കും താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അവര് വളർത്തിക്കൊണ്ടുവരുമ്പം അവര് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും എന്നാണല്ലോ. അപ്പൊ പിന്നെ അതൊരു ഭയങ്കര വലിയ പ്രശ്നത്തിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് വെറുതെ അലമ്പം. നമ്മൾ നേരത്തെ ഇതാണ് ഇങ്ങനെയാണ് പ്രോസസ് എന്ന് പറയുമ്പോ അവരുടെ പ്രോസസ്സ് മനസ്സിലാക്കി നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ. ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലേ. അപ്പൊ നമ്മളെല്ലാരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലേ അത് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. അപ്പൊ നമ്മള് ഉള്ളിലിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് ഏത് ബന്ധത്തിലും നമ്മള് കാര്യങ്ങളിങ്ങനെ ഉള്ളിലിട്ടിട്ടിട്ട് കൂമ്പാരം പോലെ ആക്കിയിട്ട് ഒരു ദിവസത്തൊക്കെ പൊട്ടിത്തെറിയും. അതിലും നല്ലത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ